നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കോൺക്രീറ്റ് പണി പൂർത്തിയായ പൂച്ചിനിപ്പാടം മുതൽ കുറുക്കഞ്ചേരി വരെ അടിക്കടിയുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൊതുജനാരോഗ്യ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. പൂരകം കുറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. കോൺക്രീറ്റ് പണി പൂർത്തിയായ പൂച്ചിനിപ്പാടം മുതൽ കുറുക്കഞ്ചേരി വരെ അടിക്കടി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ യാത്രക്കാർ വലയുന്നു. വെയിലിൽ വഴിയിൽ കിടന്ന് പൊള്ളേണ്ട ഗതികേടിലാണ് ഇരുചക്ര വാഹനങ്ങളിലുള്ളവർ. കോൺക്രീറ്റ് ചെയ്ത റോഡിൽ അരികുഭാഗം പണി നടക്കാത്തതിനാൽ വാഹനങ്ങൾ ഒതുക്കി നിർത്താൻ കഴിയാത്തതാണ് പ്രധാന കാരണം. ചെറിയ കുരുക്കഴിയാൻ കാത്തു നിൽക്കുമ്പോൾ തെറ്റായ ദിശയിൽ വാഹനങ്ങൾ കയറ്റി കുരുക്ക് മുറുകുന്നതും പതിവാണ്. പാലക്കൽ സെന്ററിൽ ഗതാഗത തടസ്സം മൂലം ഏറെ നേരം വാഹനങ്ങൾ വഴിയിൽ കിടക്കുകയാണ്. റോഡ് പണിക്ക് തുടക്കം കുറിച്ചത് പാലക്കലിൽ നിന്നാണ്. എന്നാൽ ഇതിനായി ആദ്യം വെട്ടിപ്പൊളിച്ച 200 മീറ്റർ ഭാഗം 2 കൊല്ലമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അമ്മാടം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിയുന്ന സെന്ററിൽ എല്ലായ്പ്പോഴും ഗതാഗതക്കുരുക്കാണ്. പാലക്കൽ സെന്ററിലെ കുരുക്ക് മൂലം ചൊവ്വൂർ വരെ 2 കിലോമീറ്ററിലധികം വാഹനങ്ങളുടെ വരി കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചൊവ്വൂരിൽ നിന്നും കപ്പേള വഴി പെരിഞ്ചേരി, ഒല്ലൂർ കൂടി പോകേണ്ട അവസ്ഥയിലാണ്. കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനാൽ അപകട സാധ്യതയുമുണ്ട്. വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയിറങ്ങി പശുക്കുട്ടികളെ പിടികൂടിയ പ്രദേശത്താണ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിനു ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ഇതിനായി കാരികുളം, മുപ്ലി, കുണ്ടായി എന്നിവിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഒരാഴ്ചക്കിടെ 3 തവണ പുലിയിറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും പിടികൂടിയ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്തെ വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാരികുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപവും കനാറ്റുപാടം സ്കൂളിന് സമീപത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പശുക്കുട്ടിയെ പുലി പിടികൂടിയത്. കാരികുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി ആക്രമിച്ചിരുന്നു. തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകിട്ടാണ് പാടികൾക്ക് സമീപമെത്തുന്നത്. രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ്. പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറിപ്പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് കുണ്ടായി ചൊക്കന ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. അതേസമയം തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ പ്രദേശത്ത് ഉണ്ടാക്കുന്നതാണ് പുലി ജനവാസ മേഖലയിലേക്ക് നിരന്തരം എത്താൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റി സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് വനന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകി. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. മെയ് 19-ാം തീയതി ഏകാദശി വിളക്കും മെയ് 21-ാം തീയതി പ്രതിഷ്ഠാദിന ആഘോഷവും നടക്കും. ഏകാദശി വിളക്ക് നാളിൽ രാവിലെ ദ്വാദശനാമ പൂജയും നാരായണീയ പാരായണവും വൈകിട്ട് ഏകാദശി വിളക്കും തായമ്പകയും ഉണ്ടായിരിക്കും. മെയ് 21-ാം തീയതി പ്രതിഷ്ഠാദിനം രാവിലെ വിശേഷാൽ കലശാഭിഷേകങ്ങൾക്ക് ശേഷം ശ്രീഭൂതബലിയും തുടർന്ന് എഴുന്നള്ളിപ്പും നടക്കും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൊതുജനാരോഗ്യ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. അവണിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ALP സ്കൂൾ പെരിഞ്ചേരിയിൽ സംഘടിപ്പിച്ച ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ. ഡെങ്കി റിപ്പോർട്ട് ചെയ്യുന്നവരാരും ഇതിലൊന്നും പറയില്ല. ഡെങ്കി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പ് വൃത്തിയാക്കില്ല, ഇപ്പുറത്തെ പറമ്പ് വൃത്തിയാക്കുന്നില്ല, ഈ ഡെങ്കി റിപ്പോർട്ട് ചെയ്തിട്ട് ഫോഗിങ് നടത്തിയില്ല, അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ വരും. കഴിഞ്ഞ പ്രാവശ്യം പല സ്ഥലത്തും പുകച്ചതാണ്. ഈ പുകച്ചത് കൊണ്ട് എത്രമാത്രം ഗുണമുണ്ടോ എന്ന് ഇവർ പറയും. അപ്പോൾ ഇതിൻ്റെ
വരാതിരിക്കുക എന്നുള്ളതാണ്. വരാതിരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ്. ഈ വർഷക്കാലം മുഴുവൻ നമ്മുടെ പറമ്പുകൾ, നമ്മളുടെ വീടിന് ചുറ്റുപാടും വൃത്തിയായിട്ടിരിക്കാൻ, കാട് പിടിക്കാതെ അല്ലെങ്കിൽ വെള്ളം കെട്ടിയെടുക്കുന്ന സാഹചര്യം ഇല്ലാതെ ഉണ്ടാവാൻ. ഇനി മുതൽ വീടുകളിലും അലക്ഷ്യമായി മാലിന്യം കൈകാര്യം ചെയ്യുന്നവർക്ക് 2000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയും 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു അറിയിച്ചു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കിട്ടണമെങ്കിൽ എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഡെങ്കി വൈറസിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് എന്താണ്? കൊതുകാണ്. അപ്പം ഡെങ്കിപ്പനി ഒരാൾക്ക് വന്നു, മറ്റൊരാളിലേക്ക് കിട്ടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരാളിലേക്ക് കിട്ടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കൊതുക് കടിക്കാതെ നോക്കുക. അപ്പൊ കൊതുക് കടിക്കാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? കൊതുക് കടിക്കാതിരിക്കാൻ എന്താ മാർഗം? കൊതുക് വല ഉപയോഗിക്കാം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വീടിനകത്ത് ശക്തി അടച്ചിട്ടിരിക്കാം. ഇതൊക്കെ നടക്കുമോ? അപ്പം അതിന് എളുപ്പമുള്ള മാർഗം എന്താ? കൊതുകുകൾ വളരുന്ന ഒരു സാഹചര്യം നമുക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് തോമസ്, ജൂനിയർ പബ്ലിക് നഴ്സുമാരായ ഗീതു, അംബുജാഷി, ഉമ, ALSP നഴ്സുമാരായ ആൻസി, ജയശ്രീ, ഷെറിൻ, ആശാപ്രവർത്തകരായ അജിത, നീതു, രമ്യ, സുമിത, ഗിരിജ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. ഗുരുവായൂർ മാവിൻചുവട് KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 9:15 അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു പോവുകയായിരുന്ന ആലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസും തൃശൂരിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസുമാണ് കൂട്ടിയിടിച്ചത്. ആലപ്പുഴ ചേർത്തല സ്വദേശികളായ 35 വയസ്സുള്ള ശിശിര, 49 വയസ്സുള്ള ലാലൻ, 45 വയസ്സുള്ള രതീഷ്, 21 വയസ്സുള്ള മിഥുൻ, 41 വയസ്സുള്ള സുനിത, 36 വയസ്സുള്ള ശ്യാം, 41 വയസ്സുള്ള സുജാത, 9 വയസ്സുള്ള ആർദ്ര, 18 വയസ്സുള്ള ശ്രീഹരി, 5 വയസ്സുള്ള നാജിമോൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ ചീങ്കണ്ണിക്കുഞ്ഞ്. വെറ്റിലപ്പാറ ജംഗ്ഷന് സമീപം തോട്ടിലൂടെയാണ് ചീങ്കണ്ണിക്കുഞ്ഞ് ജനവാസ മേഖലയിൽ എത്തിയത്. വ്യാഴാഴ്ച രാവിലെയാണ് വെറ്റിലപ്പാറയിൽ വരടക്കയം എന്ന സ്ഥലത്ത് തോട്ടിൽ അലക്കാനെത്തിയ സ്ത്രീകൾ തോടിനു സമീപം ചീങ്കണ്ണിക്കുഞ്ഞിനെ കണ്ടത്. വെറ്റിലപ്പാറ സ്വദേശി സിനോഷ് പുല്ലൂർക്കാട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറ മേഖലയിൽ വ്യാപകമായി ചീങ്കണ്ണിക്കുഞ്ഞുങ്ങളെ കാണുന്നതായി നാട്ടുകാർ പറയുന്നു. ഇരിങ്ങാലക്കുടയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. വ്യാഴാഴ്ച രാവിലെ 7:15 അപകടം ഉണ്ടായത്. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ പുതുകുളം ജംഗ്ഷന് സമീപമുള്ള ഇരിങ്ങാലക്കുട സ്വദേശി ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള ടീ സ്പോട്ട് എന്ന ചായക്കടയിലേക്കാണ് തൃശൂർ റോഡിൽ നിന്നും വന്ന പുത്തൻതോട് സ്വദേശി വിപിൻ എന്നയാൾ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയിലുള്ളവർ ഓടി മാറിയെങ്കിലും ടീ മാസ്റ്റർ കൃഷ്ണൻ എന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കടയുടെ മുൻവശത്തുള്ള ചില്ലുകളും മറ്റും തകർന്നു. തൊട്ടടുത്ത് തന്നെയുള്ള പറപ്പൂക്കര സ്വദേശി ഔസേപ്പിന്റെ കടയുടെ മുൻവശവും തകർന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാർ ഓടിച്ച് പഠിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചെന്നാണ് പ്രാഥമിക വിവരം. CBSE SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ P. വിനു അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് 4ാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K. രാമൻ, KSU ജില്ലാ സെക്രട്ടറി MV വൈഭവ് എന്നിവർ സംസാരിച്ചു. വിശ്വനാഥൻ കൊടപ്പള്ളി, ജയരാമൻ അണ്ടേഴത്ത്, KA രാമൻ, രഘുനാഥ് നായരുശ്ശേരി, സരോജിനി അപ്പുണ്ണി, ഉണ്ണികൃഷ്ണൻ അന്തിക്കാട്ട്, സത്യവാൻ കാഞ്ഞിരപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവ പറമ്പുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിർക്കുകയാണ് പെരിഞ്ഞനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം. അതും ബന്ധുക്കൾ മാത്രമടങ്ങുന്ന 19 പേർ.
കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇതിനോടകം കീഴടക്കിയതോടെ സമൂഹ മാധ്യമങ്ങളിലും ഈ മേളക്കൂട്ടം വൈറലാണിപ്പോൾ. കുടുംബക്ഷേത്രം കൂടിയായ പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരക്കളിയും കൈകുട്ടിക്കളിയും മറ്റ് നൃത്ത ഇനങ്ങളുമായി അരങ്ങുവാണിരുന്ന വനിതാ കൂട്ടായ്മ ശിങ്കാരിമേളത്തിലേക്ക് ചുവടുറപ്പിച്ചതിന് പിന്നിൽ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ തന്നെയുണ്ട്. തിരുവാതിരയും കൈകൊട്ടിക്കളിയുമല്ലാതെ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന കൂട്ടായ തീരുമാനത്തിനൊടുവിലാണ് ചെണ്ടമേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത്. എന്നാൽ ദേവമേളമായ ചെണ്ട പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണമെന്നറിഞ്ഞതോടെ ചെറിയ നിരാശയും സംഘാംഗങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു. അംഗങ്ങളിൽ ഭൂരിഭാഗവും ജോലിക്കാരായതിനാൽ പഠനം തുടർച്ചയായി നടക്കുമോ എന്ന ആശങ്കയാണ് എളുപ്പം സ്വായത്തമാക്കാവുന്ന ശിങ്കാരിമേളത്തിൽ ഒരു കൈ പരീക്ഷിക്കാമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് പിന്നീട് ഇവരെ എത്തിച്ചത്. അങ്ങനെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശിങ്കാരിമേളത്തിന്റെ അമരക്കാരായ മതിലകത്തെ ദേവ ബ്രദേഴ്സിലെ 3 ആശാന്മാരുടെ കീഴിൽ പരിശീലനവും തുടങ്ങി. 10ാം ക്ലാസ്സുകാരി മുതൽ 50കാരി വരെയുള്ള കുടുംബാംഗങ്ങളായ 19 പേർ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മേളത്തിന്റെ ബാലപാഠങ്ങൾ 6 മാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു. ജോലിക്കാരായതിനാൽ വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന പരിശീലനം രാത്രി വൈകും വരെ നീണ്ടിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ചിൽ കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര നടയിൽ നിറഞ്ഞ സദസ്സിനു മുന്നിൽ ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റവും കുറിച്ചു. വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ പുതുമയല്ലെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരുമായവർ ചെണ്ടയും കോലുമെടുത്ത് ഒരേ താളത്തിൽ നൃത്തച്ചുവടുകൾ വെച്ച് മേള പെരുമഴയൊരുക്കിയപ്പോൾ ആസ്വാദകരുടെ ക്യാമറ കണ്ണുകൾ അത് പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. പിറ്റേന്നു തന്നെ ശിങ്കാരിമേളം ബുക്ക് ചെയ്യുന്നതിന് ആഘോഷ പരിപാടികളുടെ സംഘാടകരുടെ ക്ഷണവും വന്നു തുടങ്ങി. ശ്രീപതി കളപ്പുര എന്ന പേരും ഇതിനിടയ്ക്ക് കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശ്രീപതിയുടെ മേളം ഒഴുകുന്നതിനിടയിലും ശിങ്കാരിമേളത്തിൽ പുതുമ കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം ഇപ്പോൾ. ഡിജെക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള പരിശീലനത്തിന് തുടക്കമിട്ടതായി സംഘത്തിന്റെ നേതാവായ ഷാലു ചഞ്ചൽ പറഞ്ഞു. ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഫ്യൂഷനാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുതിയ ആശാനുമായിട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ വൈകിട്ട് 7 മണി മുതൽ 9 വരെ ആണ് ഞങ്ങളുടെ 9-9:30 വരെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് സമയം എന്ന് പറയുന്നത്. ആശാന ആഴ്ചയിൽ 4 ദിവസം വന്ന് ഞങ്ങൾക്ക് പരിശീലനം തരും. അല്ലാതെ ഞങ്ങൾ ഡെയിലി എല്ലാവരും കൂടെ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. അപ്പം ജോലിക്കാരുള്ളത് കൊണ്ട് തന്നെ അതിലൊരു 6-6:30 ആവും അവര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു 7-7:30 ആ ഒരു സമയത്തിനാണ് ഞങ്ങൾ പ്രാക്ടീസ് വെച്ചിട്ടുള്ളത്. ചില വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച കയ്യടി നേടുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് പെരിഞ്ഞനത്തിന്റെ സ്വന്തം മേള പെൺപട. ചാലക്കുടി പരിയാരത്ത് വിനോദസഞ്ചാരികളായ പ്രധാന അധ്യാപകനെയും കുടുംബത്തെയും കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച കുപ്രസിദ്ധ ഗുണ്ട പിടിയിൽ. പരിയാരം ഒറ്റക്കൊമ്പൻ സ്വദേശി മുയൽ എബി എന്നറിയപ്പെടുന്ന നെല്ലിശ്ശേരി എബിനാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 29-നായിരുന്നു സംഭവം. കാറിൽ സഞ്ചരിക്കുകയായിരുന്നു മാള സ്വദേശിയായ അധ്യാപകൻ. ആ സമയം കാറിന് മുൻപിലൂടെ വേഗത കുറച്ച് കിലോമീറ്ററുകളോളം എബിൻ സ്കൂട്ടർ ഓടിച്ചു. ഇതോടെ അധ്യാപകൻ എബിനോട് സ്കൂട്ടർ റോഡിന് സൈഡിലൂടെ ഓടിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഇതിൽ പ്രകോപിതനായ എബിൻ കാറിന്റെ മുന്നിലെയും വശങ്ങളിലെയും ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് തല്ലിപ്പൊട്ടിക്കുകയും അധ്യാപകനെ ആക്രമിക്കുകയുമായിരുന്നു. സംഭവത്തിൽ കേസ് എടുത്തതായി അറിഞ്ഞ എബിൻ നാളുകളായി ഒളിവിലായിരുന്നു. 2 വർഷം മുൻപ് കൊന്നക്കുഴിയിൽ കർഷകനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ എബിനെ എറണാകുളം മുനമ്പത്ത് നിന്നുമാണ് അന്ന് പോലീസ് പിടികൂടിയത്. ഈ കേസിൽ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ഇയാൾ. ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ, സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എബിനെ സംഭവ സ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ സ്വകാര്യ ബസിന് പുറകിൽ മിനി വാൻ ഇടിച്ച് അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു.
മലങ്കര ആശുപത്രിയിലെ ക്യാന്റീൻ നടത്തുന്ന മരത്തംകോട് സ്വദേശി ശേഖരത്ത് വീട്ടിൽ 43 വയസ്സുള്ള അനിലിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:30 അപകടം. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ജോഷിമോൻ ബസിന്റെ പുറകിൽ ഒമ്നി വാൻ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്വകാര്യ ബസ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയ സമയത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒമ്നി വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകൻ വിഷ്ണുവിന്റെയും മറ്റു യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാനിന്റെ മുൻവശം തകർത്താണ് പരിക്കേറ്റയാളെ പുറത്തെടുത്തത്. തുടർന്ന് നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം അഗ്നി രക്ഷാസേന ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുമ്പളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ദ്വാദശി ഊട്ട് മെയ് 20 തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, 11 പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ അറിയാൻ 8943703399 അല്ലെങ്കിൽ 9633531374 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നാട്ടിക നിയോജക മണ്ഡലത്തിലെ താമസക്കാരായവരും മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നു. SSLC, +2 മാർക്ക് ലിസ്റ്റ് സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8943745451 അല്ലെങ്കിൽ 9846605986 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺക്രീറ്റ് പണി പൂർത്തിയായ പൂച്ചനിപ്പാടം മുതൽ കുറുക്കഞ്ചേരി വരെ അടിക്കടിയുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ നട്ടം തിരിഞ്ഞ യാത്രക്കാർ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൊതുജനാരോഗ്യ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. പൂരകം കുറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് കൊടിയേറി. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.